നീലു, എനിക്കൊരു 10,000 രൂപ വേണം. എനിക്കൊരു 10,000 രൂപ വേണം. എവിടെ പോണം? എനിക്ക് ഒരു 10,000 രൂപ വേണം. അടുത്ത മാസം തരാം. ഞാൻ വാടക കൊടുക്കാൻ വെച്ചിരിക്കുന്ന കാശുണ്ടല്ലേ ചോദിച്ചത്? തരില്ല. ബാലുന്റെ ഈ കാശുണ്ടല്ലോ, എടുത്ത് ചെലവാക്ക്. എന്നോട് ചോദിച്ചാൽ എന്നെ തല്ലണം. അമ്മ, എനിക്ക് 21-ാം തീയതി സ്കൂളിലെ ഫീസ് കൊടുക്കണേ. എനിക്ക് 22. ആ, 23-ാം തീയതി രാഘവൻ മാമന്റെ ആണ്ടാണ്. എനിക്ക് വീട്ടിൽ പോണം. മക്കളെ, നിങ്ങൾക്ക് വേണ്ട കാശ് അച്ഛനോട് ചോദിക്ക്. അച്ഛന്റെ മാമന്റെ ആണ്ടാഘോഷിക്കാൻ പോവാണ്. ഞാൻ നാളെ തൊട്ട് ഓഫീസിൽ പോകില്ല. എല്ലാ ദിവസവും വൈകി എത്തണേ. എനിക്ക് വയ്യ വഴക്ക് കേൾക്കാൻ. എന്തായാലും ഞാനൊരു വണ്ടി വാങ്ങിക്കും. അമ്മ രാവിലെ എണീച്ച് നടന്നു പോയാൽ മതി. അപ്പൊ അമ്മയുടെ വണ്ണവും കുറയും, പൈസയും ലാഭിക്കാം. ചേച്ചി, ചായ എന്തോടെ? ചായ കട ഇത്. നീലൊരു ചായ എടുത്തോളൂ. മാമ എന്തോ കവറില്? കവറിലെന്തോടാ? എന്റെ അളിയന് വേണ്ടി കൊണ്ടുവന്നതാണ്. തുറന്നു നോക്ക്. എന്താ ബാലു കാണിച്ചേ? സാരമല്ലേ ചേച്ചി, പാവയ്ക്കല്ലേ. എന്തായാലും അളിയെടുത്ത് എറിഞ്ഞല്ല അളിയാ. ഇതിന്റെ വിത്ത് കിട്ടാനായിട്ട് ഞാൻ കുറെ കയറി ഇറങ്ങിയതാണ്. ആദ്യം നമ്മുടെ അവിടുത്തെ കൃഷി ഓഫീസിൽ പോയായിരുന്നു. അവിടെ ഈ ഇനത്തിലുള്ള വിത്തില്ല. പിന്നെ നമ്മുടെ അവിടുത്തെ ചോനമ്പാറ ഗ്രാമീണ കൃഷി കേന്ദ്രത്തില്ലേ, അവിടെ പോയി ജീപ്പിലൊക്കെ കയറിയാണ് പോയത്. രാവിലെ ആഹാരമൊന്നും കഴിച്ചില്ലായിരുന്നു. കഴിക്കാതെ പോയി അവിടെ ചെന്നിട്ട് അവിടുന്ന് വിത്തൊക്കെ വാങ്ങി വെയിലത്ത് നടന്ന് വീട്ടിൽ വന്നിട്ട് പറമ്പിൽ കിളച്ച് വിത്ത് ഇട്ട് വളമിട്ട് വെള്ളം ഒഴിച്ച് വളർന്ന് വന്നപ്പോഴത്തേക്ക് കീടങ്ങളൊന്നും പ്രാണികളൊന്നും തിന്നാതെ അതിനെ സൂക്ഷിച്ച് വളർന്നു വന്നപ്പം ചേച്ചിക്കും അളിയനും പിള്ളേർക്കും ഒക്കെ കഴിക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്ന. അപ്പോ എടുത്തെറിഞ്ഞല്ലാണ്. ഞാൻ അറിഞ്ഞോണ്ട് എടുത്തെറിഞ്ഞല്ല, അറിയാതെ പറ്റിയത്. അറിഞ്ഞോണ്ട് എടുത്തെറിയോ? അല്ലേ, അങ്ങനെയല്ല അല്ലേ. കൊണ്ട് ഷോക്കേസിൽ കൊണ്ട്. വേറൊരു കാര്യം ഉണ്ടല്ലയാ, അന്നപൂർണേശ്വരി അടുത്ത് വരുമ്പം തൊഴണം, കൈയെടുത്ത് തൊഴണം. അല്ലാതെ എടുത്തെറിയല്ലേ. കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അറിയാതെ എടുത്തെറിഞ്ഞല്ലേ. ആരല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം. ചായ വിടും. പാവയ്ക്കെടുത്ത് തന്നിട്ട് വന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? അവനും കൂടെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ടാ ഇവിടെ ജീവിച്ചു പോണേ. അവനും കൂടെ കൊണ്ട് തിരിഞ്ഞു നോക്കാണ്ടിരുന്ന കാണാം എങ്ങനെ ജീവിക്കണേന്ന്. അറിഞ്ഞില്ല, പറ്റിപ്പോയി. പുല്ല് പാവയ്ക്ക. ആ, പുല്ല് പാവയ്ക്ക. ഒരു ജോലിക്കാരി വെക്കാൻ പറഞ്ഞാൽ വെക്കത്തില്ല. എല്ലാം ഞാൻ തന്നെ ചെയ്യണം പോലും. അതാണ് ഐശ്വര്യം. നമുക്ക് നിർബന്ധമാണെങ്കിൽ നമുക്കൊരു ജോലിക്കാരി വെക്കാം. എന്നിട്ട് വേണം ആ കൊടുക്കാനുള്ള 10,000 രൂപയുടെ ബാധ്യത കൂടി ഞാൻ ഏക്കാൻ. അല്ലേ? 10,000 രൂപ 2,000 രൂപ എടുത്താൽ കിട്ടും ജോലിക്കാരി. കിട്ടും. നിങ്ങളെ പരദൂഷണം പറഞ്ഞെടുക്കണ മാമി ഉണ്ടല്ലോ, പുഞ്ചിരി മാമി, അവള് വരും. അവളെന്നാ പറയല്ലേ? ആ, എനിക്ക് ജോലിക്കാരി വേണ്ട. ഞാൻ ജോലിക്ക് പോകുന്നില്ല, രാജിവെക്കാൻ പോവാ. പിന്നെ നമ്മളങ്ങനെ ജീവിക്കും. ജോലി രാജിവെച്ച് സുഖമായിട്ട് ജീവിക്കാനുള്ള വഴിയില്ലേ ഞാൻ പറഞ്ഞെന്നേ. ആ വസ്തു വിൽക്കാൻ അത് കേൾക്കാൻ പറ്റത്തില്ല. രാഘവ മാമ വന്ന് പറഞ്ഞ് വിൽക്കണ്ടെന്ന്. ഏത് മാമൻ വന്ന് പറഞ്ഞാലും ശരി, എന്റെയും കൂടി പേരിലുള്ള വസ്തു ആണല്ല, ഞാൻ അത് വിൽക്കും. നോക്കിക്കോ. കുറച്ച് കുഞ്ഞപ്പ തലേ കയറി ചവിട്ടണ. നേരത്തെ മാധവൻ തമ്പിയുടെ മോനാണ് ഞാൻ. എനിക്ക് വിലയുണ്ട്. ആ മാധവൻ തമ്പി തന്നെയാ നിങ്ങളിങ്ങനെ വളർത്തി നശിപ്പിച്ചത്. അച്ഛനെ പറഞ്ഞോണ്ടല്ലോ. തള്ളേ മക്കളും കൂടെ എല്ലാം വിറ്റ് തൊല. എന്നിട്ട് പോയി കടത്തിനെ കിടന്ന് ഉറങ്ങു. പോ. കടത്തിനെ നിങ്ങൾ പോയി കിടന്നാ മതി, ഞങ്ങൾ കിടക്കൊന്നുമില്ല. മാധവൻ തമ്പിയുടെ മോൻ കടത്തിനെ കിടക്കൂല. ഇറങ്ങിപ്പോ, എനിക്കിവിടെ വേറെ ജോലിയുണ്ട്. ഇറങ്ങി പോവാൻ. എല്ലാം ഒതുങ്ങിയപ്പം പാവയ്ക്കാൻ കൊണ്ട് വന്നേക്കാണല്ലേ. ഇറങ്ങി പോവാൻ. ബാലു, ഞാനൊരു കാര്യം പറഞ്ഞ കേക്കോ? പറ, എന്നാലേ കേൾക്കാൻ പറ്റൂ. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്വത്തുണ്ടല്ലോ ഇല്ലേ? ബാലുവിന്റെ പേരിലുള്ള വസ്തു എന്തായാലും ബാലുവിന്റെ അച്ഛനമ്മയും വിൽക്കാൻ സമ്മതിക്കൂല. ഇല്ല,
പിന്നെ എന്റെ പേരിലുള്ളതാണെങ്കിൽ അത് ഇല്ല, എന്റെ പേരിൽ നമ്മളെ മക്കളെ ആവശ്യത്തിന് വേണ്ടേ, ആ കെട്ടിച്ചിടണ്ടേ. പിന്നെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. എന്താ ഓപ്ഷൻ? ബാലുവിന്റെ മാമൻ നമ്മൾ രണ്ടുപേരും കൂടി പേരിലല്ലേ വസ്തു തന്നിരിക്കണേ, നമുക്കതങ്ങ് വിൽക്കാം. എന്ത് പറയണ? നിന്റെ ചിരി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്റെ ഒരു കിഡ്നിയെങ്കിലും നീ ചോദിക്കുമോ. ഈ മാമന്റെ ഒരു കാര്യം, അങ്ങേർക്ക് ആ സ്വത്ത് എന്റെ പേരിൽ മാത്രം എഴുതി വെച്ചാൽ എന്തായിരുന്നു? ആ എങ്കിൽ എന്റെ അമ്മ നിന്നെ അടിച്ചു കൊന്നനെ. മാമ ആര്? എന്റെ അമ്മയുടെ സഹോദരൻ. മാമ എന്താണ് ചെയ്തത്? വന്ന് കയറിയ നിന്റെയും കൂടെ പേരിൽ സ്വത്ത് എഴുതി വെച്ച് ലോകത്തോടെ അടക്കും. പിന്നെ ബാലു, നമ്മൾ ഇത് പറഞ്ഞെങ്ങനെ എന്തിനാ വെറുതെ തർക്കിക്കണേ? നമുക്ക് എന്തായാലും ആ വസ്തു അങ്ങ് വിൽക്കാം. നമുക്ക് ആ വസ്തു വിട്ടിട്ട് വേറെ സ്ഥലവും വീടൊന്നും മേടിക്കണ്ട, അത് നമുക്ക് ബാങ്കിലിടാം. നല്ല ഇൻട്രസ്റ്റ് കിട്ടും, അടിച്ചു പൊളിച്ച് ജീവിക്കാമല്ലോ. എനിക്ക് വയ്യ ബാലു, ഇങ്ങനെ ഒറ്റയ്ക്ക് എപ്പോഴും ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാൻ വയ്യാഞ്ഞിട്ടാണ്. ഒന്ന് പറ ബാലു. ഒരു കാര്യം ചെയ്യാം, അമ്മയുടെ കാലശേഷം വിൽക്കാം. ഓ, ആ തലയെടുത്ത് ഇപ്പോഴൊന്നും കാലം വരൂല. ആ നോക്കാം. നീ വാക്കു മാറൂലല്ലോ? ഇല്ല ഇല്ല, വാക്കാൻ മാറില്ല, വിൽക്കാം. നിങ്ങൾ നീക്കി ഞാൻ കിടക്കട്ടെ. നീ അത് ഞാൻ ഇവിടെ കിടക്കാം. ആ നിങ്ങൾക്ക് അങ്ങോട്ട് നീങ്ങൽ എന്താ? ഞാൻ ഇവിടെ കിടന്നാൽ എനിക്ക് ഉറങ്ങാൻ വരുള്ളൂ. എനിക്ക് വെളുപ്പിന് എണീക്കണ്ടേ? എനിക്ക് രാവിലെ ഓടാൻ പോണെന്ന്. എന്ത് ഓടാൻ പോകണ്ട എനിക്ക്? പിന്നെ അത് മാറിക്കിടക്ക്. മാമ, മാമ, അയ്യോ ഇല്ല ഇല്ല, കൊടുക്കൂല മാമ, എന്നെ പേടിപ്പിക്കല്ലേ. അയ്യോ മാമ 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 ഇല്ല ഇല്ല, മാമ പറയ പോലെ കേൾക്കാം മാമ. അയ്യോ മാമ എന്നെ പേടിപ്പിക്കല്ലേ മാമ. ബാലു ബാലു മാമൻ എന്തു പറ്റി? മാമൻ മാമൻ വന്ന് സ്വപ്നം കണ്ട? രാമമാമ വന്ന് സ്വപ്നം കണ്ട? വസ്തു കൊടുക്കല്ലേന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കൂല മാമ. അയ്യോ മാമ, മാമ പേടിപ്പിക്കല്ലേ മാമ. മാമ മക്കളെ ഇങ്ങോട്ടാ വാടാ, ഇവിടെ ഇരി. അച്ഛനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഇരിടാ, അടുത്ത് വാ. ഒന്നും പറയണ്ട. എന്നാൽ അച്ഛൻ രാത്രി സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? അച്ഛന്റെ മരിച്ചു രാഘവമാമ ഇല്ലേ? ആ ചട്ടമ്പി മാമനോ? നിന്റെ മാമയല്ല, നിന്റെ അപ്പുപ്പായി. ആ എന്ത് പറയേ, ആദ്യമൊക്കെ കുറെ കുടുംബ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ പറയണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ചെന്ന് ചാടരുത്. ഞാൻ തന്നതൊക്കെ അവിടെ തന്നെ കാണണം. വസ്തു ഒന്നും എഴുതി വിറ്റ് കളയരുത്. വരാനൊന്നുമില്ല, ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ആ നമ്മൾ തണ്ട ഇപ്പൊ സംസാരിക്കണൊക്കെ മാമൻ കണ്ടോണ്ട് നിൽക്കാണ്. മണം മണം, മാമന്റെ മണം. പണ്ട് ഒരു മാമ ഒരു സെന്റ് ഉപയോഗിക്കായിരുന്നു, അതേ മണമാണ് ഇപ്പൊ അടിക്കുന്നത് കേട്ടോ. ഇവിടെ ഉണ്ട്, ഇവിടെ എങ്ങോണ്ട. എന്താ പേടിക്കൊന്നും വേണ്ടടാ, നമ്മളെ ഉപദ്രവിക്കൂല. നമുക്ക് തുണയായിട്ട് മാമ ഇവിടെ തന്നെ കാണും. നമുക്ക് മാമൻ ഇവിടെ ഒന്ന് ഇരുത്തണം. പിന്നെ പറഞ്ഞെടുക്കുന്ന ആളല്ലേ നമ്മൾ ഇരുത്താൻ പോകുന്നേ. എടാ അതല്ല, നമുക്ക് ഈ പൂജയൊക്കെ ചെയ്ത് മാമൻ ആവശ്യമുള്ളത് കൊടുത്ത് ഒരു മൂലയിൽ മാമൻ നമുക്ക് ഇരുത്താം. പോണാ, വിളിച്ചു വരുത്താടാ. എന്താടി പ്രതിമയെ പോലെ നിൽക്കണ ചേച്ചി? എന്ത് ചേച്ചി? മാമ അമ്മയൊന്നും മിണ്ടുന്നില്ലല്ലോ. ചേച്ചി വീണ്ടും വഴക്ക് കൂടിയ എന്ന്? അമ്മേ അമ്മേ ചേച്ചി വാ പറയട്ടെ, വാ. ഓടിപ്പോളിയാ? എന്തു വെച്ചാ? വാ. ചേച്ചി നീലു, ചേച്ചി ദേഹത്തുനിന്ന് കൈ എടുക്കടാ, എടുക്കടാ കൈ. നീ എന്തിനടാ ഇവിടെ വന്നേ? ഇവര് കുടുംബമായിട്ട് ജീവിക്കുന്നിടത്ത് നിനക്ക് എന്തടാ കാര്യം? ചേച്ചി ഞാൻ വന്ന് കണ്ടില്ലായിരുന്നു. വരിക
പെങ്ങളെയും കുട്ടികളെയും കാണുക, തിരിച്ചു പോവുക. കേട്ടോടാ? വാ അടക്കടാ. മേലനങ്ങാതെ നിന്ന് തിന്ന് 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 ഇങ്ങനെ വീർക്കാണ് അല്ലേടാ? അടക്കടാ വായി. എന്റെ മോളെവിടെടാ? പറയടാ, എന്റെ മോളെവിടെന്ന്? കൊന്നോടാ നീ അവളെ. മുണ്ടെടുത്തോണ്ട് വാടാ. പോയെന്റെ മുണ്ടെടുത്തോണ്ട് വരാൻ. ലച്ചു, എന്തിനാടാ കുഞ്ഞിനോട് പറയണം? നീ പോയെടുത്തോണ്ട് വാടാ. മരിച്ചു രാമ വന്ന് പോടാ. ഉണ്ട് ഉണ്ട്. വെക്കണം അവിടെ. എവിടെടാ എന്റെ ബീഡി? ബീഡി എവിടെയെന്ന്? എവിടെടാ എന്റെ ബീഡി? പോയി വാങ്ങിച്ചോണ്ട് വാടാ. നിന്റെ ആട്ട് ഇതുവരെ നിന്നില്ലല്ലേ? എടാ വാഴക്കോടാ, നീ പോയി വാങ്ങിച്ചോണ്ടാ ബീഡി. പോടാ. ഞാൻ പറഞ്ഞു. എടാ വാപ്പണിയാ, നിന്നോടല്ല പറഞ്ഞത്. നീ പോയി വാങ്ങിച്ചോണ്ടാടാ. മത്തങ്ങ തലയാ, ഇവിടെ വാടാ. ഇവിടെ വാടാ. നീ എന്റെ മോളോട് കള്ളം പറഞ്ഞല്ലേ? പറഞ്ഞില്ലേടാ? കള്ളൻ. കള്ളം പറഞ്ഞ് നീ എന്റെ മോളെയും മക്കളെയും പറ്റിച്ചോണ്ടിരിക്കുകയാണല്ലേ? എന്താടാ നീ ഒരു കഥകളിക്കാരനാ? എന്തെങ്കിലും പറഞ്ഞ അവൻ 100 എക്സ്പ്രഷൻ കാണിക്കും. എന്നൊക്കെ മാറിക്കടാ, മാറി നിക്കടാ. ചാരി നിക്കടാ അവിടെ, ചാരി നിക്കടാ അവിടെ. കള്ളം പറയോടാ ഇനി? അവൾ എന്തെങ്കിലും പറഞ്ഞാ നീ കള്ളം പറയോന്ന്? എതിര് പറയോ നീ? പറയില്ലല്ലോ. എന്തു പറഞ്ഞാലും അനുസരിക്കാമോ? അനുസരിക്കാന്ന് പറയടാ. അനുസരിക്കാം. മാമനെ കുറച്ച് കുടിക്കാൻ വെള്ളം എടുക്കട്ടെ.